അവസാനം ഇപ്പോൾ ഇവിടെ മയ്യത്ത് കട്ടിൽ വരെ പുതിയാപ്പിളിനെ കൊണ്ടുവരും. പുതിയാപ്പിള വരുന്ന രൂപത്തിൽ അതിന് പെണ്ണിനെ ഇറക്കി കൊടുക്കാൻ വാപ്പ തയ്യാറാകുന്ന രൂപത്തിലേക്ക് സമൂഹം മാറിയിട്ടുണ്ട്. നമുക്ക് ചിലതൊക്കെ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഭൗതികമായിട്ടാണെങ്കിലും നമുക്ക് ഭക്ഷണം, ഇപ്പോൾ നമ്മുടെ വസ്ത്രം, പഠന സൗകര്യങ്ങൾ, എല്ലാ സംവിധാനങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊന്നും ഇതൊന്നും ഒരു ദിവസം കിട്ടാൻ ആ സമയം പോലും വൈകിയാൽ അതിന് ദാഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ നാടും നമ്മുടെ സംസ്ഥാനമൊക്കെ എല്ലാ നിലക്കും നമുക്കൊരു കൂടുതൽ പോസിറ്റീവ് നൽകുന്ന സാധ്യതകൾ നൽകുന്നുണ്ട്. അതായത് നമ്മുടെ മതപരമായുള്ള അനുഷ്ഠാനങ്ങൾക്കും വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഒക്കെ വലിയ ഒരു സംരക്ഷണം നൽകുന്നത് പോലെ തന്നെ ശരിക്കും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ള സ്ഥലത്തൊക്കെ ആ ഒരു ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരു മുസ്ലിമായി അല്ലെങ്കിൽ അങ്ങനെ ജീവിച്ചു എന്നുള്ളത് കൊണ്ട് പോലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയാണ് ഒരു പ്രശ്നം പറ്റിയത് എന്നതിനെക്കുറിച്ച് ശരിക്ക് ഓരോ മഹലിലും തീരുമാനിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു സദസ്സ്, ഒരു കല്യാണ സദസ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിക്കാഹിൻ്റെ വേളയോ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെ എല്ലാ ആഘോഷങ്ങളാണല്ലോ. അപ്പോൾ എവിടെ പോയാലും നമ്മുടെ പിന്നെ മതവും വിശ്വാസവും ഒക്കെയുള്ള ആളുകൾ ഏറ്റവും ഹറാമുകൾ ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ആളുകളാണല്ലോ. അതിനിപ്പോൾ ഓരോ വിഷയം നമ്മളിങ്ങനെ സെപ്പറേറ്റ് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ എല്ലാത്തിനും ചെറിയൊരു മതത്തിൻ്റെ പരിവേഷം നൽകിക്കൊണ്ടാണ് ഈ ഹറാമുകളൊക്കെ നമ്മൾ ഇതിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ അതിൽ വിവാഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ഏറ്റവും ബർക്കത്ത് ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സദസ്സാണ് ഒരു നിക്കാഹിൻ്റെ സദസ്സ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ബർക്കത്ത് അല്പം പോലും ലഭിക്കാതിരിക്കുന്ന രൂപത്തിലാണ് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. അതൊരു സിറ്റുവേഷൻ. 2, പിന്നെ വസ്ത്രത്തിൽ ഇസ്ലാമിയത്ത് കൊടുന്നിട്ട് എല്ലാ ഹറാമുകളും ചെയ്യാം. ഇപ്പോൾ ആയിഷ ബീവിൻ്റെ പേരും ഖദീജ ബീവിൻ്റെ പേരും ഫാത്തിമ ബീവിയുടെ പേരൊക്കെ പറഞ്ഞിട്ട്, അതായത് പ്രവാചകൻ്റെ ഭാര്യമാർ, മക്കൾ, ഇവരൊക്കെ പേരിൽ തന്നെ എന്ത് ചെയ്യുക, അപ്പോൾ അവിടെ ഒരു ഇസ്ലാമിയത്ത് കൊണ്ടുവരാം. ആ പാട്ടിലും കാര്യത്തിലൊക്കെ അങ്ങനെയുള്ളൊരു ഇസ്ലാമിയത്ത് കൊണ്ടുവരും. എന്നിട്ട് നമ്മളെ ആളുകൾ പോലും അറിയാതെ പറയണെന്ത്, അതിപ്പോൾ എന്താ ഖദീജ ബീവിനെ കുറിച്ചുള്ള പാട്ടല്ലേ, അതിലും മ്യൂസിക് ഉണ്ടാവും, അതിൻ്റെ പിന്നെ വരികളിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇതിനൊക്കെ ഇത് നമ്മുടേതാണ്, ഇത് നമ്മൾ പാടേണ്ടതാണ് എന്ന് വരുത്തി തീർക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ചതികൾ മനസ്സിലാകാതെ അതിൽ അകപ്പെടുകയോ ചെയ്യാം. എന്നിട്ട് അതിനൊക്കെ മുമ്പിൽ നിന്നിട്ട് പരിവേഷം കൊടുക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ അതിന് ഏറ്റവും റീച്ച് കൊടുക്കുന്ന ആരാണെന്ന് വെച്ചാൽ നമ്മുടെ സമുദായത്തിലെ മുസ്ലിം സ്ത്രീകളായിട്ടുള്ള ഈ വസ്ത്രത്തിലൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ പോലും വേണ്ടി മാത്രം ഒഴിവാക്കുക. അതെ, തെറ്റല്ലാതെ തെറ്റാണെന്ന് മനസ്സിലാക്കിയവർ പോലും ന്യായീകരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. തീർച്ചയായിട്ടും അല്ലേ? അതിപ്പോൾ ഈ ഒരു സമയത്തിന് വേണ്ടി മാത്രമല്ലേ എന്ന് പറയണേ. അതിൽ 2-3 വിഷയങ്ങൾ അവിടെ വരുന്നുണ്ട്. ഏറ്റവും പ്രയാസപ്പെടുന്ന എനിക്ക് തോന്നുന്നു രക്ഷിതാവ്, പാപ്പ. കാരണം ഈ കല്യാണവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു ന്യൂജൻ വിഷയം അവരാണത് ഏറ്റെടുക്കുക. ഒരു ഓഡിറ്റോറിയത്തിലാവട്ടെ വീട്ടിലാവട്ടെ, അവിടെ മിക്കവാറും വാപ്പയുടെ സൗണ്ട് കുറഞ്ഞ് തന്നെ ഉണ്ടാവും എപ്പോഴും. അദ്ദേഹം ശരിക്കും സത്യം പറഞ്ഞ ഒരു മനസ്സ് പ്രയാസപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക. ആ ചിലവ് മൊത്തം വഹിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ മോളെ കല്യാണമാണ്, അല്ലെങ്കിൽ മോൻ്റെ കല്യാണമാണ്. പക്ഷേ ആ ഒരു സ്ഥാനത്ത്, ആ ഒരു വാപ്പാൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്ന് ചിന്തിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളാണ് ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, കോപ്പ് കൂട്ടി ഇങ്ങനെ പ്രയാസപ്പെടുത്തുന്നത്. ഇപ്പോൾ പോയി എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളെ സംസാരത്തിൻ്റെ പലപ്പോഴും നമ്മളെ ആളുകളെന്ന് പറഞ്ഞല്ലോ, ഈ അന്യമത സമുദായത്തിൽപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ പോലും അറപ്പോടെ നോക്കുന്ന രൂപത്തിൽ ആണ് ഇപ്പോൾ പലപ്പോഴും അത്രത്തോളം മോശമായ രൂപത്തിലേക്ക് നമ്മുടെ സമൂഹം എതിർക്കുന്നുണ്ടെങ്കിൽ എന്നാ അടുത്തിന് കാണിച്ചു തരാം എന്ന രൂപത്തിലാണ്. അതായത് ആരെങ്കിലും ഏതെങ്കിലും ഒരു ഉസ്താദോ അല്ലെങ്കിൽ ഒരു മൗലവിയോ ഇതിനെതിരെ ഒരു സോഷ്യൽ മീഡിയയിലോ അല്ലാതെയോ സംസാരിച്ചു കഴിഞ്ഞാൽ എന്നാ ഒന്ന് കാണിച്ചു തരാം, അടുത്തിന് കാണിച്ചു തരാം എന്ന രൂപത്തിൽ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ JCBയുടെ അതില്ലേ മുമ്പിലുള്ള കുട്ടയിൽ ഒന്നിലങ്ങനെ വരിക. അവസാനം ഇപ്പോൾ ഇവിടെ മയ്യത്ത് കട്ടിൽ വരെ
പുതിയാപ്പിളിനെ കൊണ്ടുവരും. പുതിയാപ്പിള വരുന്ന രൂപത്തിൽ ഉം. അതിന് പെണ്ണിനെ ഇറക്കി കൊടുക്കാൻ വാപ്പ തയ്യാറാകുന്ന രൂപത്തിലേക്ക് സമൂഹം മാറിയിട്ടുണ്ട്. ഉം. പലപ്പോഴും ഇത് റേഡിയോയിലൂടെയും അല്ലാത്ത പ്ലാറ്റ്ഫോം, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒറ്റ കാര്യം ഇതിന് പരിഹാരമുള്ളൂ. ഉം. ഒരു 99% ആളുകളും ഇപ്പോഴും വിവാഹം നടത്തുന്നത് മഹല്ല് കേന്ദ്രീകരിച്ചിട്ട് തന്നെയാണ്. ഉം. അതിൽ 1% ചിലപ്പം മഹല്ലിൽ ഞങ്ങൾ നടത്തിക്കോളാം എന്ന് പറഞ്ഞ് തീർച്ചു നിൽക്കുന്നത്, അവരെക്കുറിച്ചുള്ള സംസാരമല്ല. മഹല്ലും ഇനി പള്ളിക്കാടും അഥവാ നമ്മളെ പള്ളിപ്പറമ്പും വേണമെന്ന് ഉദ്ദേശിക്കുന്ന മുസ്ലിങ്ങളുണ്ടല്ലോ. അതെ. അതിലിപ്പം മുജാഹിദ് ആയിക്കൊള്ളണം, സുന്നി ആയിക്കൊള്ളാം, അങ്ങനെയൊന്നല്ല ഞാൻ പറയുന്നത്. അതെ. ഒരു മുസ്ലിമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ ഉം. അവരുടെ വിവാഹവുമായി ബന്ധപ്പെടുന്ന ഏത് മഹല്ലാണെങ്കിലും കർശന നിർദ്ദേശം ഉം. ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ മഹലിൻ്റെ ഒരു സഹകരണവും ഉണ്ടാവില്ല എന്ന് ആദ്യമേ ഒരു ബൈലുണ്ടാക്കിച്ചാൽ മതി. പിന്നെ ഒരു കേസും പ്രശ്നങ്ങളായിട്ട് വരില്ല. അത് നമ്മൾ മഹലിലെ കാരണവന്മാരും സാധാരണക്കാരും അത് ഇതിങ്ങനെ ആഗ്രഹിക്കുന്ന മനുഷ്യന്മാരൊക്കെയും അത് കമ്മിറ്റിക്കാർ നടത്തട്ടെ എന്ന് പറഞ്ഞ് മാറ്റിയിരുത്തല്ല. അത് കമ്മിറ്റി ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആവശ്യം അങ്ങോട്ട് വെച്ചിട്ട് അതെന്ത് ചെയ്യണം, നാട്ടിൽ നടപ്പിലാക്കുന്നൊരവസ്ഥ വരും വരെ ഇതിങ്ങനെ തന്നെ തുടർന്ന് പോകും. ഇപ്പോൾ കണ്ണൂർ പരിസരത്ത് കഴിഞ്ഞ ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ഈ മറ്റേ ഈ എന്താ പറയുക, പ്രേതത്തിൻ്റെ ഒരു പരിവേഷം ഉണ്ടല്ലോ. പ്രേതം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം നമുക്കറിയുന്നല്ലോ. പക്ഷെ അതിൻ്റെ ഒരു പരിവേഷം നമ്മൾ മൊത്തത്തിൽ കാണുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അതിൻ്റെ രൂപം വെച്ചിട്ട് പുതുപെണ്ണ് ഇറങ്ങുന്ന സമയത്ത് ഭർത്താവ് വരനായിട്ടുള്ള ആളെ ഓൻ്റെ കൂട്ടത്തിലുള്ള 5-6 ആൾക്കാർ ആ ഒരു വേഷം ധരിച്ച് വരുന്ന അവസ്ഥ മുസ്ലിം കല്യാണങ്ങളാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം, പലർക്കും ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന അള്ളാഹുവുമായിട്ട് മീസാഖൻ ഖലീല, ഒരു വലിയ ഒമ്പിച്ചൊരു കരാറ് നടക്കുന്ന വേദിയിലേക്കാണ് ഇങ്ങനെയുള്ള ആഭാസങ്ങൾ കടന്നു വരുന്നത്. ബർക്കത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ ജീവിതം അങ്ങോട്ടുള്ളവും ബർക്കത്തില്ലാത്ത അവസ്ഥ വരും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട. പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് ആരെങ്കിലും ഇങ്ങനെ മയ്യത്തിൻ്റെ വേഷത്തിൽ പോവോ? ഇല്ലല്ലോ. അപ്പോൾ അതൊരു പുണ്യകർമ്മമാണ്. നമ്മളെ കർമ്മത്തിൽ നമ്മൾ പുണ്യം കിട്ടുന്നൊരു കർമ്മമാണ് ഈ വിവാഹത്തിൻ്റെ നിക്കാഹിൻ്റെ വേള എന്നുള്ളത്, നിക്കാഹ് എന്നുള്ളത്. നമ്മൾ അങ്ങനെ തന്നെ അതിനെടുക്കണമെന്ന് മാത്രമാണ് ഈ വിവാഹത്തിൻ്റെ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമായിട്ടല്ല നമ്മൾ പറഞ്ഞത്. പക്ഷേ ഇത് ഈ വിഷയം തന്നെ ഒരുപാട് പറയണ്ടേ. വേറൊരു കാര്യം കൂടെ അതിൽ ആഡ് ചെയ്യാൻ തോന്നി എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളെ മക്കൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഏറ്റവും നമ്മൾ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിച്ച് പ്രാരാബ്ദങ്ങളും ജീവിത കുടുംബമായിട്ട് പോകുമ്പോഴാണല്ലോ എല്ലാത്തിൻ്റെ ഒരു വില നമുക്ക് അറിയാം. അപ്പോൾ ഒരു കുട്ടി ഒരു രക്ഷിതാവിൻ്റെ കൂടെ പോയിട്ട് എന്ത് ചെയ്യാണ്, ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടി ചെന്നൊരു സംഭവം. ഇത് റീൽസിന് വേണ്ടി അവർ ചെയ്താണെങ്കിലും നമുക്കൊരുപാട് പിന്നെ വാല്യൂസ് അതിൽ തരുന്നുണ്ട്. അതിൽ ഈ ഫോൺ ഇങ്ങനെ വാങ്ങാൻ പോയപ്പോൾ ഇയാൾ പറയുന്നുണ്ട്, വാങ്ങിച്ചു കൊടുക്കുന്ന രക്ഷിതാവ് പറയുന്നുണ്ട്, ഒരു 10-15,000 റുപ്യേൻ്റെ ഉള്ളിലുള്ള ഒരു ഫോണെന്ന് ജസ്റ്റ് സെയിൽസ്മാനോട് പറയുന്നുണ്ട്. അപ്പോൾ കുട്ടി ഇങ്ങനെ നോക്കുന്നത് ഐഫോണിലേക്കാണ്. അപ്പോൾ ഐഫോണിലേക്ക് നോക്കുമ്പോൾ മോളെ ഇത് ഐഫോണിലേക്കാണ് നോക്കണം, അതിനുള്ള ബഡ്ജറ്റ് ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഈ സെയിൽസ്മാൻ അവിടെ കുട്ടീനെ ഒന്ന് ഉപദേശിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കാശ് കൊടുത്തു വാങ്ങുമ്പോൾ നമ്മൾ 16 റുപ്യേൻ്റെ ഫോണാണെങ്കിലും അതിനൊരു വാല്യൂ ഉണ്ടാവും. ഇതിപ്പോൾ എനിക്ക് വാങ്ങി തരായതുകൊണ്ട് എനിക്ക് ചിലപ്പോൾ അതിന് വില ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അധ്വാനിച്ച് വാങ്ങുമ്പോൾ അതിന് നമ്മൾ ചിലപ്പോൾ നമ്മളെ കാര്യത്തിന് വേണ്ടി ചിന്തിക്കുക ഒരു 5,000 റുപ്യേൻ്റെ ഫോൺ മതിയെന്ന് അപ്പോൾ ചിന്തിക്കുള്ളൂ. നമ്മളിതല്ലാത്തുമ്പോൾ നമ്മൾ ഏറെ വലുത് ആഗ്രഹിക്കും. അപ്പോൾ ഈ കുട്ടി തീരുമാനിക്കുകയാണ്, എനിക്ക് ഞാൻ അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് മതി ഫോണ് എന്ന് തീരുമാനിച്ചവിടെ പോവുകയാണ്. റീൽസിന് വേണ്ടി ചെയ്താണെങ്കിലും അതിൽ കുറേ ചിന്തിക്കാണ്ടല്ലോ. കുട്ടി ഇത് കേൾക്കുന്ന അല്ലെങ്കിൽ സഹപാഠി കുട്ടികൾ ഇത് അറിയേണ്ടതുണ്ട്. കാരണം നമ്മൾ അധ്വാനിച്ചതിൻ്റെ വില നമുക്ക് മനസ്സിലാവും നമ്മൾ അധ്വാനിച്ച് തുടങ്ങുമ്പോഴാണ്. അതെ. അപ്പം അങ്ങനെയുള്ള ആർഭാടങ്ങളൊക്കെ കല്യാണത്തിൻ്റെ വിഷയത്തിലും ഇതൊക്കെ ചെയ്യുമ്പോൾ അപ്പോലൊന്നും അറിയണില്ല അല്ലേ. വാപ്പ ഇതിന് എത്ര കഷ്ടപ്പെടുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട് അപ്പം ചിന്തിക്കുന്നില്ലല്ലോ.